കുട്ടാ കുട്ടാ ഞാനിവിടെ ഉണ്ടേ. ആവൂ, കണ്ടു കിട്ടിയല്ലോ, ആശ്വാസം. എന്റെ പൊന്നുകുട്ടാ, നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ? മുട്ടാ, ഞാൻ ഈ വനത്തിലേക്കൊന്ന് ചുറ്റിക്കറങ്ങുകയായിരുന്നു. ഹോ, എന്തെല്ലാം കാഴ്ചകളാണെന്നറിയാമോ? വീട്ടിൽ പറയാതെയാണോടാ നിന്റെ കറക്കം? എങ്ങോട്ട് പോവുകയാണെങ്കിലും വീട്ടിൽ പറഞ്ഞേ പുറത്തിറങ്ങാവൂ. നിനക്കെന്തെങ്കിലും സംഭവിച്ചാ എങ്ങനെ അറിയും? ഏതായാലും വാ, വീട്ടിൽ പോവാം, അമ്മ കാത്തിരിക്കുന്നുണ്ടാവും. നിനക്കറിയോ, ഈ വനഭൂമി മുഴുവൻ കയ്യേറി സ്വന്തമാക്കാൻ തക്കം പാർത്ത് നടക്കുന്ന സ്വാർത്ഥന്മാരായ മനുഷ്യന്മാരാ ചുറ്റും. അവരുടെ കണ്ണിലെങ്ങാനും പെട്ടുപോയാൽ അവർ നിന്നെ സൂപ്പാക്കും. ഈ കാട് നമുക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാത്ത ദുഷ്ടന്മാർ. പക്ഷിപ്പനി എന്നും പറഞ്ഞ് മനുഷ്യന്മാരെത്ര കോഴികളെയാ ചുട്ടുകൊല്ലുന്നത്. ദുഷ്ടന്മാർ. കുറുക്കനെവിടെ വിശന്നു പൊരിയുന്നു. ഒരു കോഴിത്തൂവൽ പോലും കണ്ട കാലം മറന്നു. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണം. ഹാവൂ, ഞാനങ്ങ് ചത്തു കളഞ്ഞാലോ. എന്താ ആടിന്റെ കരച്ചിലോ? കുട്ടനും മുട്ടനുമല്ല വരുന്നത്. ഓൾഡ് ഈസ് ഗോൾഡ്. മുത്തശ്ശന്റെ ആ പഴയ സൂത്രം തന്നെ പയറ്റാം. അല്ല, മുത്തശ്ശന്റെ ആ സൂത്രം എങ്ങനെയാ പാളിയത്? ആ, പഴയ കാരണവന്മാരുടെ ബുദ്ധിയല്ലേ. എങ്ങനെ പാളാതിരിക്കും? ഈ ചുണ്ടു പുതിയൊരു നമ്പർ കാണിച്ചു തരാ. ഹലോ കുട്ടൻസ് ആൻഡ് മുട്ടൻസ്, ഞാൻ നിങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്താ കാര്യം? ഒരമ്മ പെറ്റതല്ലെങ്കിലും എനിക്ക് നിങ്ങൾ സഹോദരന്മാരാണ്. സന്തോഷം. വാ കുട്ടാ, നമുക്ക് പോകാം. ഇയാൾ ചതിയനാണ്. അല്ല, എനിക്കൊരു സംശയം. നിങ്ങളിൽ ആരാ മൂത്തയാൾ? ഞങ്ങൾ ഇരട്ടകളാണ്. പേരട്ടകൾ? അതെ, അതെനിക്കറിയാം. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നാറുണ്ട്. എങ്കിലും എനിക്കൊരു സംശയം. ആദ്യം ജനിച്ച ആളായിരിക്കുമല്ലോ ജ്യേഷ്ഠൻ. അപ്പോൾ കൂടുതൽ അധികാരം ജ്യേഷ്ഠനായിരിക്കുമല്ലോ. അതാരാണെന്നറിയാൻ ചോദിച്ചതാ. ജ്യേഷ്ഠൻ ഞാൻ തന്നെ. എന്താ സംശയം? പോടാ, നീ എന്നാടാ ജ്യേഷ്ഠനായത്? എനിക്കാണ് നിന്നേക്കാൾ ശക്തിയും ബുദ്ധിയും ഉള്ളത്. അതുകൊണ്ട് ഞാനാണ് ജ്യേഷ്ഠൻ. അയ്യടാ, അതങ്ങ് നാട്ടി പറഞ്ഞാ മതി. നിനക്കൊക്കെ ചേട്ടനാവാൻ വല്ല യോഗ്യതയുണ്ടോ? ഉണ്ടടാ ചൂലെ, യോഗ്യത ഞാൻ കാണിച്ചു തരാം. ഏറ്റു, നമ്പർ ഏറ്റു. ചുണ്ടുവിന്റെ ചൂണ്ടയിൽ രണ്ടാളും കുടുങ്ങി. നിർത്ത്, നിർത്തിൻ. നിങ്ങളിങ്ങനെ മനുഷ്യരെ പോലെ വഴക്കിടാതെ. ഷേ, നാണക്കേട്. നിങ്ങളുടെ തർക്കം ഞാൻ പരിഹരിച്ചു തരാം. ഓക്കേ ഓക്കേ. എങ്ങനെ? അതൊക്കെ ഈ ചുണ്ടുവിന് വെരി ഈസി. എന്തായാലും ജ്യേഷ്ഠന് അനിയനേക്കാൾ ശക്തി ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങളിൽ ആർക്കാണ് കൂടുതൽ ശക്തിയെന്ന് തെളിയിച്ചാൽ അവനാണ് ജ്യേഷ്ഠൻ. ഓക്കേ? പക്ഷേ അതെങ്ങനെ തെളിയിക്കും? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. തമ്മിൽ ഏറ്റുമുട്ടണം. ഒരാൾ കീഴടങ്ങും വരെ ഏറ്റുമുട്ടണം. കിഡിൽ ആൻഡ് ഫൈറ്റ്. എങ്ങനെയുണ്ടെന്റെ ബുദ്ധി? ഐ ആം റെഡി. ആ, ഞാനും റെഡി. പീക്കിരി പയ്യൻ, ഇന്നത്തെ ശാപ്പാട് റെഡി. ചുണ്ടുവിനോടാ കളി. ആ, ഏറ്റുമുട്ടത്തിന് മുമ്പ് ഒരു കാര്യം. വേദനിച്ചാലും ചോര തെറിച്ചാലും പിന്തിരിയരുത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇത് നിസ്സാര പ്രശ്നമല്ല. ജ്യേഷ്ഠൻ എന്ന പദവിയുടെ പ്രശ്നമാണ്. നാട്ടിലെ നീതി ഈ കാട്ടിൽ പാടില്ല. രണ്ടാളും റെഡി? ഓക്കേ? റെഡി? 1 2 3 ഫൈറ്റ്. അധികാരത്തിന്റെ അപ്പകഷ്ണം കാണിച്ച് തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാമെന്ന് വിചാരിച്ച മണ്ടൻ കുറുക്ക, നിനക്ക് തെറ്റി. രാഷ്ട്രീയത്തിൽ ആ പഴഞ്ചൻ തന്ത്രം നടക്കും, ഞങ്ങളുടെ അടുത്ത് നടക്കില്ല. കേട്ടോടാ കള്ള കുറുക്ക.
ആർക്ക് വേണം അധികാരം? ഞങ്ങൾക്ക് ആടുകളായി തന്നെ ജീവിച്ചാൽ മതി. ഗുഡ് ബൈ. വാ കുട്ടാ, നമുക്ക് പോകടാ.